മണിപ്പൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട 7 പേർ അറസ്റ്റിൽ. പോലീസ് സ്റ്റേഷനും പോലീസിനുമെതിരെ ആക്രമണം നടത്തിയവരാണ് അറസ്റ്റിലായത്. വിനീത ബി.ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ അറസ്റ്റിലായവരുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? ഇവർ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്? അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ടോ? പ്രവിധ, നിലവിൽ 7 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ ഏത് സംഘടനയാണ് എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതേസമയം ഈ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, ഈ ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 4 പേരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലെ പ്രതികളായ 7 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസുകാർക്ക് നേരെയും ഈ പ്രതികൾ ആക്രമണം നടത്തിയിരുന്നു. അതിൽ 2 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കടുത്ത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറിയെന്നും ഈ ജോലികൾ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെ അത് തടസ്സപ്പെടുത്തിയെന്നും ഒക്കെയാണ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ. പോലീസിന് നേരെയും ആക്രമണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ 7 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പേർക്കായി അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനിടയിൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് തന്നെയാണ് മണിപ്പൂർ സർക്കാർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രവിധ, മണിപ്പൂരിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് 7 പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വിവരങ്ങളാണ് വിനീത ബി.ജി നൽകിയത്.